ഈ ദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. അതിൽ ചെയ്യുന്ന ജോലി എന്നെ പഴയ കാലങ്ങൾ എനിക്ക് കാണിക്കുന്നു. എന്നെ ഇങ്ങനെ എഴുതി കാണിക്കുന്നു, ഓട്ടോ മനോജ് എന്നൊരു പേര് എന്നെ ദൈവാത്മാവ് എഴുതി കാണിക്കുന്നു. അതാരെന്ന് എനിക്കറിയത്തില്ല. വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. 2, എന്നെ ദൈവാത്മാവ് കാണിക്കുന്ന സാനി എന്നൊരു പേര് ദൈവാത്മാവിൽ ഞാൻ ദർശിക്കുന്നു. അതുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ദയവായി ഫ്രണ്ടിലോട്ട് വരും. രണ്ട് കരകളെ ഉയർത്തി. രാജുടെ കുടുംബത്തെ ദൈവം ഇന്ന് രാത്രി തൊടുമെന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നു. അത് വിശ്വസിക്കുന്ന ജീവജനങ്ങളുണ്ടെങ്കിൽ 2 കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മുന്നിലുള്ള പോരാ അഭിഷേകം പ്രാപിച്ച ദൈവജനങ്ങൾ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രേവതി ഭവനിൽ ലീല എന്ന് പറയുന്ന വ്യക്തി നീ ഇപ്പൊ റൂമിനകത്ത് കിടപ്പുണ്ട്. എന്നെ ദൈവാത്മാവ് കാണിക്കുന്ന ബെഡിനകത്ത് നീ കിടക്കുന്നു. ഈ ദൈവ ശബ്ദം നീ കേൾക്കുമ്പോ നിന്റെ മേലെ ഒരു ശബ്ദം, നിന്റെ മേലെ അഭിഷേകം ചോദിച്ച് അതിനകത്തൊരു സൗഖ്യം. നിങ്ങളുടെ പേര് കാണിച്ചിട്ട് എന്നെ ഇങ്ങനെ ഓട്ടോ എന്നൊരു സംഭവം എന്നെ ദൈവാത്മാവ് കാണിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ എന്റെ ലൈഫ് ഇന്നത്തോടെ തിരിയുകയാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയാനുള്ളത്. ഈ വേദി നിനക്കൊരു അത്ഭുതമാകുമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ ഒരുമിച്ച് ഈ ദൈവമനുഷ്യരെ വേണ്ടി പ്രവർത്തിച്ചു. കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്, കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്. ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട എന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ ഞാൻ കൈമാറി പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഫെബ്രുവരി 20 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. നിങ്ങളാരാ? രാജുവിന്റെ ഫാമിലി സാനി. ദൈവത്തിന് ഇവർ 3 പേരുടെ പേര് മാത്രം അറിയാത്തല്ല, നിങ്ങളുടെ പേര് ദൈവത്തിന് അറിയാം. വിശ്വസിക്കുന്നവരൊന്ന് നാമേ പറഞ്ഞു കാര്യങ്ങൾ ഉയർത്തി ഒരു മനുഷ്യനെ ദൈവാത്മാവിനോട് പറയാൻ പറയും. ഫെബ്രുവരി കഴിയുമ്പോൾ എന്റെ ലൈഫ് തിരിയുന്നെന്നാണ് പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കാൻ നിർബന്ധിക്കുന്നു. നീ ചുമന്ന ശാപങ്ങളെ ഇന്ന് ഈ വേദിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ചത് രാജുവിന്റെ കുടുംബത്തോട് നീ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയും. നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്നു. ഒരുപാട് കറക്കം കറങ്ങിയത് ദൈവാത്മാവിനെ കാണിക്കുന്നു. നിന്റെ കറക്കത്തെ ഞാൻ നിർത്തിയിട്ട് നിന്റെ വീട്ടിനകത്തൊരു സ്ഥിരതയെ ഞാൻ കൊണ്ടുവരുമെന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിക്കുന്നു. വർഷങ്ങൾ നീ കറങ്ങിയതില് ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നു. S2 S3
ആർട്ടറി എന്ന് പറയുന്ന ബ്ലോക്കുകൾക്കകത്താണ്, സ്പൈനൽ കോഡുകൾക്കകത്താണ് ദൈവത്തിന്റെ സൗഖ്യം വരുന്നെന്ന് എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കാൻ പറയുന്നു. ഇടത്തെ കാലിൽ നീര് പോലെ ഇറങ്ങി വന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. അതിപ്പോൾ നിങ്ങളുടെ മേൽ നിന്ന് ആ രോഗം അഴിഞ്ഞു മാറുന്നത് ദൈവാത്മാവിൽ ഞാൻ ദർശിക്കുന്നു. അങ്ങനെയുള്ളവർ ആമേൻ പറഞ്ഞതിന് സ്വീകരിച്ചു. നിങ്ങളുടെ ദൈവം തൊടുകയാണ്. മനോ ബിന്ദു ദൈവം നിങ്ങളെ തൊടുകയാണ്. മനോ ബിന്ദു ദൈവം നിങ്ങളെ തൊടുകയാണ്. ദൈവാത്മാവിന് നിങ്ങൾ സംസാരിക്കും. നിന്റെ വീടിന്റെ അഡ്രസ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രേവതി ഭവനിൽ ലീല, നിന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. നിന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് അതാണ്, രേവതി എന്നാണ് ഈ ദേശത്തുള്ളവ. പക്ഷെ നിന്നെ അറിയപ്പെടുന്നത് ലീല എന്നാണ്. ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മടയുക. ദൈവാത്മാവിന് നിന്നോട് സംസാരിക്കാറുണ്ട്. ജനനം മെയ് മാസം 20, 1972 നിന്റെ ജനനം. നീ ഈ ശബ്ദം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നു. നീ ഇപ്പോൾ ഇരിക്കുന്നത് ചുവപ്പ് കസേരയിലാണ്. നിന്റെ വീടിനകത്ത് ചുവപ്പ് കസേരയിൽ ഇപ്പൊ ഇരിപ്പുണ്ട്. നിന്റെ കാലിന് നീരുമായി ബന്ധപ്പെട്ട് നീ ഇരിപ്പുണ്ട്. നിന്റെ ദൈവം ഇപ്പോൾ സൗഖ്യമാക്കുന്നു. നിന്റെ തലമുറയ്ക്ക് കിട്ടാത്ത ജോലി ഈ പ്രാർത്ഥന കഴിയുമ്പോ നിനക്ക് തരാൻ പോകുന്ന ദൈവം പറയുവാണ്. ഈ സാക്ഷ്യവുമായി നീ ഈ ആലയത്തിനകത്ത് കയറുന്നത് ഞാൻ നിന്റെ ഭർത്താവിന്റെ പേര് വിജയമാണ്. നിന്റെ കുടുംബം അടക്കം നമ്മുടെ ദേശത്തോട്ട് വരുന്നത് ദൈവാത്മാവിൽ കാണുന്നു. അത് വിശ്വസിക്കുന്നെങ്കിൽ മാത്രം നിങ്ങളുടെ കരവിൽ ചേർക്കാൻ ഒരു സംഭവം നിങ്ങളുടെ വീട്ടിനകത്ത് നടന്നു. ഒരു വിഷമം നിന്റെ വീട്ടിനകത്ത് നടന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായി. അതിപ്പോ ഒരു രോഗാവസ്ഥയിൽ നിങ്ങൾ നിൽക്കുക. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ പറ്റിയാണ്. ദൈവാത്മാവിനോട് പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ കുടുംബത്തിനെ ഞാൻ പണിയാൻ പോകുന്ന പരിശുദ്ധാത്മാവ് പറയാം. ശരീരത്തിനകത്ത് ഭാരങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ മേലൊരു വിടുതൽ നടക്കുവാണ്. പരിശുദ്ധാത്മാവിനോട് ദൈവം എന്നോട് പറയാം, നിങ്ങൾ ആരെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കാം. ഒരു സന്തോഷം നിങ്ങൾക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. നിങ്ങൾക്കറിയാം, പക്ഷെ ദൈവത്തിനാണ് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്റെ ആ തലമുറയെ മാനിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. തലമുറയെ ഞാൻ ദൈവാത്മാവിൽ കാണുന്നുണ്ട്. ഞാൻ കാണുന്നേ അദ്ദേഹം മൈക്കൊക്കെ പിടിച്ച് സ്റ്റേജിനകത്ത് നിന്ന് വർഷിപ്പുകൾ സന്ദേശങ്ങൾ പറയുന്നത് ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. ആ മകൻ ഉണ്ടെങ്കിൽ ആ മകനോട് പറയുക, അവന്റെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. ശ്രുതിയെ കാണിക്കുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. ശ്രുതി എന്ന ദൈവാത്മാവിനെ കാണുന്നു. ഇന്ന് ആ കുടുംബത്തിനകത്ത് വിടുതൽ നടത്തുവാണ്. അവന്റെ അകത്ത് കേറിയ നിരാശകളെ നിങ്ങളുടെ മകനെയും തൊടും, ഒരു കുഞ്ഞിനെയും ഞാൻ കാണുന്നു. കുഞ്ഞിനെയും തൊടുകയോ അഭിഷക്തനായി പുറത്തു വരും.
ഒരു മരണം ഞാൻ കണ്ടിരുന്നു. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഒരു മരണത്തെ കണ്ടു. ആ മരണം നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഒരു സന്തോഷം. നിങ്ങളുടെ വീട്ടിനകത്തൊരു മരണം, ആ മരണം നിങ്ങളെ പിടിച്ചതാണ്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, അതിനെ ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടാ ഇന്ന് രാത്രി നിനക്കൊരു സന്തോഷത്തെ ദൈവം കൈമാറുമെന്ന് അത് വിശ്വസിക്കുന്നവർ മാത്രം.